ബന്ധം തന്നെയാണ് മാതാപിതാക്കൾ വഹിക്കുന്നത്. ആശ്രമിക്കുന്നത് ആഗോള ബന്ധം തന്നെയാണ്. അവർ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആശ്രമത്തിനകത്ത് ജീവിക്കുന്നവർക്ക് ഒരു ആശ്രമ അന്തരീക്ഷം വേണം. ബാലു എന്ന് പറഞ്ഞിട്ടൊരു ശിഷ്യൻ, ആ ശിഷ്യൻ കാലൊഴിച്ചു കൊടുത്താലേ മാതാപിതാക്കളേക്ക് രാത്രി ഉറക്കം വരുള്ളൂ. കാലൊഴിഞ്ഞ് ഒഴിച്ചു കൊടുത്ത് ഞാൻ പിന്നെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, അതൊക്കെ ആളുകൾക്കറിയാം. അങ്ങനെയൊക്കെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പുസ്തകത്തിലുള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല. അവരെ ഉറങ്ങിയ ശേഷം ഈ സ്ത്രീയെ ബലാത്സംഗം ചെയ്യും. അവർ സ്ത്രീയോടത്തോളം ശ്രമിച്ചു, മടുത്തു. അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം വിളിച്ചു വന്നിരിക്കുന്നത്. അത് നല്ല കൂട്ടബലാത്സംഗം നടക്കുന്ന ആശ്രമത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തറിയാതെ നമ്മളിവരൊക്കെ വേണമെന്ന് കൈകൂപ്പിയാണ്. സത്യത്തിൽ വലിയ തട്ടിപ്പുകാരിയാണ്. കേരള മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ കേസെടുക്കാൻ വേണ്ടി പാടില്ല. ഇതുപോലെ നാലാം ഘട്ട മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടാവുമ്പോൾ ഇതിനപ്പുറത്ത് നടക്കും. നല്ല നല്ല കാര്യം ചെയ്തതിന്റെ സ്ത്രീ ബലാത്സംഗം ചെയ്യാൻ അവകാശമുണ്ട് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറയണം, കോൺഗ്രസ് നേതാക്കൾ പറയണം. അതെല്ലാം അവകാശം. തട്ടിപ്പ് വെട്ടിപ്പ് നടത്തുമല്ലേ അവിടെ? ഇതിനെ പിന്തുണയ്ക്കാൻ ബി ജെ പി അല്ലേ രംഗത്ത് വന്നിരിക്കുന്നത്? ഇത് രാഷ്ട്രീയ വ്യവസായമാണ്. ആളുകളുടെ വിശ്വാസത്തെ വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിനാണ് വിദ്യാഭ്യാസ കർഷകരാണെങ്കിൽ ആത്മീയ വ്യവസായത്തിന്റെ പേരിൽ ഇതാ മാതാപിതാക്കളുടെ ആശുപത്രി മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നു. നല്ല കാശ് കൊടുത്താലേ ചികിത്സ കിട്ടു കേട്ടോ. ഈ പെണ്ണുങ്ങളെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 14 കഴിഞ്ഞ് നല്ല സൗണ്ട് പോലും സൗട്ടി ആളുകൾക്ക് പോലും മാതാപിതാക്കളെ അതെല്ലാം ഉത്പത്തി വന്നിരിക്കുകയാണ്. പേടിപ്പിക്കാനാണ്. ആരെ പേടിപ്പിക്കാനാണ്? ആരെ പേടിപ്പിക്കാനാണ്? മറ്റേ ആധുനിക എല്ലാം വിളിച്ചു. അപ്പൊ അവരോട് ഞാൻ ഈ കാര്യങ്ങളെന്ന് പറഞ്ഞു. മനുഷ്യദൈവത്തിന്റെ പേരിൽ ആ ദൈവത്തിന്റെ പേരിൽ വലിയ തട്ടിപ്പ് വെട്ടിപ്പ് നടത്തുന്ന നാടാണ് നമ്മുടെ നാട്. ബലാത്സംഗത്തിന്റെ പേരിൽ എത്രയോ സ്വാമിമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജയിലുകളുടെ കാര്യത്തിൽ വളരെ തീരുമാനമാണ് വിളിച്ചതാണ്. ജയിലുകൾക്ക് കുറച്ച് ഗ്രാമീണ വിരോധവും എന്തോ ആവട്ടെ, വലിയ രീതിയിലുള്ള സന്തോഷ് കക്ഷി ഉണ്ടായിരുന്നു. അവരൊക്കെ SDP ഒക്കെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ